എസെക്കിയേൽ അധ്യായം 41. അവൻ എന്നെ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവൻ അവിടുത്തെ കട്ടിളപ്പടികൾ അളന്നു. അവയുടെ ഓരോ വശത്തിൻ്റെയും വീതി 6 മുഴമായിരുന്നു. പ്രവേശന കവാടത്തിൻ്റെ വീതി 10 മുഴമായിരുന്നു. അതിൻ്റെ പാർശ്വഭിത്തികൾ 5 മുഴം വീതമായിരുന്നു. അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും നീളം അളന്നു 40 മുഴം, വീതി 20 മുഴം. പിന്നെ അവൻ അകത്ത് കടന്ന് കട്ടിളപ്പടി അളന്നു. കനം 2 മുഴം, കവാടത്തിൻ്റെ വീതി 6 മുഴം, പാർശ്വഭിത്തികൾ 7 മുഴം. വിശുദ്ധ സ്ഥലത്തിനപ്പുറത്തുള്ള സ്ഥലം അവൻ അളന്നു. അതിന് 20 മുഴം നീളവും 20 മുഴം വീതിയുമുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇതാണ് ശ്രീകോവിൽ. പിന്നെ അവൻ ദേവാലയത്തിൻ്റെ ഭിത്തിയുടെ കനം അളന്നു 6 മുഴം. ചുറ്റുമുള്ള പാർശ്വഭിത്തികളുടെ വീതി 4 മുഴം. പാർശ്വമുറികൾ 3 നിലകളിലായി 30 വീതം. പാർശ്വമുറികളെ താങ്ങി നിർത്തുന്നതിന് ദേവാലയത്തിന് ചുറ്റും തുലാങ്ങളുണ്ടായിരുന്നു. ദേവാലയ ഭിത്തിയായിരുന്നില്ല അവയെ താങ്ങി നിർത്തിയിരുന്നത്. ദേവാലയത്തിന് ചുറ്റുമുള്ള തുലാങ്ങളുടെ വലിപ്പമനുസരിച്ച് മുകളിലേക്ക് ചെല്ലുന്തോറും പാർശ്വമുറികൾക്ക് വിസ്താരം ഏറി വന്നു. താഴത്തെ നിലയിൽ നിന്ന് മധ്യനിലയിലേക്ക് പോകാൻ ദേവാലയത്തിൻ്റെ അരികിൽ ഒരു ഗോവണി ഉണ്ടായിരുന്നു. ദേവാലയത്തിനു ചുറ്റും ഉയർന്ന ഒരു തറ ഞാൻ കണ്ടു. പാർശ്വമുറികളുടെ അടിത്തറയുടെ അളവ് 6 മുഴമുള്ള ഒരു പൂർണ്ണദണ്ഡായിരുന്നു. പാർശ്വമുറികളുടെ പുറം ഭിത്തിയുടെ കനം 5 മുഴമായിരുന്നു. തറയുടെ ബാക്കി ഭാഗം 5 മുഴം. ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള തറയ്ക്കും അങ്കണത്തിലെ മുറികൾക്കുമിടയിൽ ചുറ്റും 20 മുഴം വീതിയിൽ സ്ഥലമുണ്ടായിരുന്നു. പാർശ്വമുറികൾ ഒഴിച്ചിട്ടിരുന്ന തറയിലേക്കാണ് തുറന്നിരുന്നത്. ഒന്ന് വടക്കോട്ടും മറ്റേത് തെക്കോട്ടും. തറയുടെ വീതി ചുറ്റും 5 മുഴമായിരുന്നു. പടിഞ്ഞാറ് ദേവാലയത്തിൻ്റെ അങ്കണത്തിനഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ വീതി 70 മുഴമായിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള ഭിത്തിക്ക് 5 മുഴം കനവും 90 മുഴം നീളവും. അവൻ ദേവാലയം അളന്നു. അതിന് 100 മുഴം നീളം. അങ്കണവും ഭിത്തികൾ ഉൾപ്പെടെ കെട്ടിടവും കൂടെ 100 മുഴം നീളം. ആലയത്തിൻ്റെ കിഴക്കേ മുഖവും മുറ്റവും കൂടി 100 മുഴം വീതി. അവൻ പടിഞ്ഞാറ് വശത്തെ മുറ്റത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടം ഇരുവശത്തുമുള്ള ഭിത്തികൾ ഉൾപ്പെടെ അളന്നു 100 മുഴം നീളം. അകത്ത് വിശുദ്ധ സ്ഥലത്തും ശ്രീകോവിലിലും പുറത്ത് പൂമുഖത്തും തറ മുതൽ കിളിവാതിലുകൾ വരെ ചുറ്റും പലകയടിച്ചിരുന്നു. കിളിവാതിലുകൾക്ക് അഴിയിട്ടിരുന്നു. മറയ്ക്കാൻ വിരിയുമുണ്ടായിരുന്നു. വാതിലിന് മുകളിലേക്ക് ശ്രീകോവിലിൻ്റെ അകത്തും വിശുദ്ധ സ്ഥലത്തും ഭിത്തിയിൽ ചിത്രപ്പണികളുണ്ടായിരുന്നു. കെരൂബുകളും ഈന്തപ്പനകളും 2 കെരൂബുകളുടെ മധ്യേ ഒരു ഈന്തപ്പന എന്ന ക്രമത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നു. ഓരോ കെരൂബിനും 2 മുഖം വീതമുണ്ടായിരുന്നു. ഒരു വശത്തെ ഈന്തപ്പനയുടെ നേരെ മനുഷ്യമുഖവും മറുവശത്തെ ഈന്തപ്പനയുടെ നേരെ സിംഹക്കുട്ടിയുടെ മുഖവും തിരിഞ്ഞിരുന്നു. ദേവാലയം മുഴുവൻ ചുറ്റും ഇങ്ങനെ കൊത്തിവെച്ചിരുന്നു. ദേവാലയ ഭിത്തിയിൽ തറ മുതൽ വാതിലിൻ്റെ മേൽഭാഗം വരെ കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രങ്ങൾ കൊത്തിയിരുന്നു. വിശുദ്ധ സ്ഥലത്തിൻ്റെ കട്ടിളക്കാൽ സമചതുരത്തിലായിരുന്നു. തടി കൊണ്ടുള്ള ബലിപീഠം പോലെ തോന്നിക്കുന്ന ഒന്ന് വിശുദ്ധ സ്ഥലത്തിന് മുൻപിലുണ്ടായിരുന്നു. അതിന് 3 മുഴം ഉയരവും 2 മുഴം നീളവും 2 മുഴം വീതിയുമുണ്ടായിരുന്നു. അതിൻ്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടുള്ളതായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇത് കർത്താവിൻ്റെ സന്നിധിയിലെ മേശയാണ്. വിശുദ്ധ സ്ഥലത്തിനും ശ്രീകോവിലിനും ഈ 2 വാതിലുകളുണ്ടായിരുന്നു. വാതിലുകൾക്ക് തിരിയുന്ന ഈ 2 പാളികളുണ്ടായിരുന്നു. ഭിത്തികളിലെന്ന പോലെ കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രം വിശുദ്ധ സ്ഥലത്തിൻ്റെ വാതിലുകളിലും കൊത്തിയിരുന്നു. പൂമുഖത്തിന് മുൻവശത്തായി മരം കൊണ്ടുള്ള ഒരു വിധാനമുണ്ടായിരുന്നു. പൂമുഖത്തിൻ്റെ ഇരുവശങ്ങളിലും അഴിയടിച്ച കിളിവാതിലുകളും ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു. എസെക്കിയേൽ അധ്യായം 42. അവൻ എന്നെ വടക്കോട്ട് നയിച്ച് പുറത്തുള്ള അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. വടക്കുള്ള കെട്ടിടത്തിനും ദേവാലയ അങ്കണത്തിനും എതിരെയുള്ള മുറികളിലേക്ക് അവൻ എന്നെ നയിച്ചു. വടക്ക് വശത്തുള്ള കെട്ടിടത്തിൻ്റെ നീളം 100 മുഴവും വീതി 50 മുഴവുമായിരുന്നു. അകത്തെ അങ്കണത്തിൻ്റെ 20 മുഴത്തിനടുത്ത്
പുറത്തെ അങ്കണത്തിലെ കൽത്തളത്തിന് അഭിമുഖമായി 3 നിലകളിലായി നടപ്പുരകളുണ്ടായിരുന്നു. മുറികൾക്ക് മുൻപിൽ അകത്തേക്ക് 10 മുഴം വീതിയും 100 മുഴം നീളവുമുള്ള ഒരു പാതയുണ്ടായിരുന്നു. അതിൻ്റെ വാതിലുകൾ വടക്കോട്ടായിരുന്നു. നടപ്പുരകൾക്ക് താഴെയും മധ്യത്തിലുമുള്ള മുറികളിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം നടപ്പുരകൾക്ക് മുകളിലെ മുറികളിൽ നിന്ന് എടുത്തിരുന്നതിനാൽ അവ കൂടുതൽ ഇടുങ്ങിയിരുന്നു. അവ 3 തട്ടായി നിലകൊണ്ടു. ബാഹ്യാങ്കണത്തിലേതുപോലെ തൂണുകൾ അവയ്ക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് മുകളിലത്തെ മുറികൾക്ക് താഴത്തെയും മധ്യത്തെയും മുറികളേക്കാൾ വീതി കുറഞ്ഞു പോയത്. മുറികൾക്ക് സമാന്തരമായി എതിരെയുള്ള ബാഹ്യാങ്കണത്തിനു നേരെ 50 മുഴം നീളത്തിൽ ഒരു ഭിത്തിയുണ്ടായിരുന്നു. ദേവാലയത്തിന് എതിരെയുള്ള മുറികളുടെ നീളം 100 മുഴമായിരുന്നെങ്കിൽ ബാഹ്യാങ്കണത്തിലുള്ളവയുടേത് 50 മുഴമായിരുന്നു. ബാഹ്യാങ്കണത്തിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കിഴക്കുവശത്തായി ഈ മുറികൾക്ക് താഴെ ഒരു കവാടമുണ്ടായിരുന്നു. അവിടെയാണ് പുറത്തെ ഭിത്തി ആരംഭിക്കുന്നത്. തെക്കുവശത്ത് അങ്കണത്തിനും കെട്ടിടത്തിനും എതിരെ മുറികളുണ്ടായിരുന്നു. മുറികൾക്ക് മുൻപിൽ വഴിയുണ്ടായിരുന്നു. നീളം, വീതി, ബഹിർഗമന മാർഗങ്ങൾ, വാതിലുകൾ, മറ്റ് സംവിധാനങ്ങൾ എന്നിവയിൽ വടക്കുവശത്തെ മുറികൾ പോലെ തന്നെ ഈ മുറികളും. തെക്കേ മുറികളുടെ താഴെ കിഴക്കുവശത്ത് വഴിയിലേക്ക് കടക്കുന്നിടത്ത് ഒരു കവാടമുണ്ടായിരുന്നു. അവയ്ക്കെതിരെ ആയിരുന്നു നടുഭിത്തി. അവൻ എന്നോട് പറഞ്ഞു, അങ്കണത്തിനെതിരെ വടക്കും തെക്കുമുള്ള മുറികൾ വിശുദ്ധങ്ങളാണ്. കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അവിടെ വച്ചാണ് ഏറ്റവും വിശുദ്ധമായ ബലിവസ്തുക്കൾ ഭക്ഷിക്കുക. ധാന്യബലിക്കും പാപപരിഹാര ബലിക്കും പ്രായശ്ചിത്ത ബലിക്കും വേണ്ട വിശുദ്ധ വസ്തുക്കൾ അവിടെയാണ് അവർ സൂക്ഷിക്കുക. എന്തെന്നാൽ ആ സ്ഥലം വിശുദ്ധമാണ്. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ പിന്നെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ മാറ്റിവെച്ചിട്ട് പുറത്തെ അങ്കണത്തിലേക്ക് പോകാവൂ. എന്തെന്നാൽ അവ വിശുദ്ധങ്ങളാണ്. വേറെ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അവർ ജനത്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാവൂ. ദേവാലയത്തിൻ്റെ ഉൾഭാഗം അളന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കിഴക്കേ വാതിലിലൂടെ പുറത്തേക്ക് നയിച്ചിട്ട് ചുറ്റുമുള്ള സ്ഥലം അളന്നു. അവൻ അളവ് ദണ്ടുകൊണ്ട് കിഴക്കു ഭാഗം അളന്നു, 500 മുഴം. അവൻ തിരിഞ്ഞ് വടക്കു ഭാഗം അളന്നു, അതും 500 മുഴം. പിന്നെ അവൻ തെക്കുഭാഗം അളന്നു, അതും 500 മുഴം. അവൻ തിരിഞ്ഞ് പടിഞ്ഞാറ് ഭാഗം അളന്നു, അതും 500 മുഴം. 4 വശവും അവൻ അളന്നു. ഓരോ വശത്തും 500 മുഴം നീളത്തിൽ. അതിനു ചുറ്റും മതിലുണ്ടായിരുന്നു. അത് വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലമല്ലാത്ത സ്ഥലത്തു നിന്നും വേർതിരിച്ചു. എസെക്കിയേൽ അധ്യായം 43. കർത്താവിൻ്റെ മഹത്വം മടങ്ങി വരുന്നു. പിന്നീട് അവൻ എന്നെ കിഴക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുവന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അതാ കിഴക്ക് നിന്ന് വരുന്നു. അവിടുത്തെ ആഗമനത്തിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്നു. ഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. നഗരം നശിപ്പിക്കാൻ അവിടുന്ന് വന്നപ്പോൾ എനിക്കുണ്ടായ ദർശനവും കേബാർ നദീതീരത്ത് വെച്ച് എനിക്കുണ്ടായ ദർശനവും പോലെ തന്നെയായിരുന്നു ഇപ്പോഴത്തേതും. ഞാൻ കമിഴ്ന്നു വീണു. കർത്താവിൻ്റെ മഹത്വം കിഴക്കേ പടിപ്പുരയിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ആത്മാവ് എന്നെ ഉയർത്തി ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. അതാ ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ മനുഷ്യൻ അപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ദേവാലയത്തിനകത്തു നിന്ന് ആരോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് ഇപ്രകാരമായിരുന്നു: മനുഷ്യപുത്ര, എൻ്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ്. ഇസ്രായേൽ ഭവനം അവരോ അവരുടെ രാജാക്കന്മാരോ തങ്ങളുടെ വ്യഭിചാരം കൊണ്ടും രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ കൊണ്ടും എൻ്റെ പരിശുദ്ധ നാമം മേലിൽ അശുദ്ധമാക്കുകയില്ല. അവർ തങ്ങളുടെ ഉമ്മറപ്പടികളിലും വാതിൽപ്പടികളിലും എൻ്റെ ഉമ്മറപ്പടികൾക്കും വാതിൽപ്പടികൾക്കും അരികിൽ സ്ഥാപിച്ചു. അവർക്കും എനിക്കുമിടയിൽ ഒരു ഭിത്തി മാത്രമേ ഉള്ളൂ. തങ്ങളുടെ മ്ലേച്ഛതകൾ വഴി എൻ്റെ പരിശുദ്ധ നാമത്തെ അവർ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ അവരെ എൻ്റെ കോപത്തിൽ നശിപ്പിച്ചു. അവർ തങ്ങളുടെ അവിശ്വസ്തതയും രാജാക്കന്മാരുടെ മൃതശരീരങ്ങളും എന്നിൽ നിന്നും ദൂരെ മാറ്റട്ടെ. അപ്പോൾ ഞാൻ അവരുടെ മധ്യേ എന്നെന്നും വസിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം തങ്ങളുടെ അകൃത്യങ്ങളെപ്പറ്റി ലജ്ജിക്കേണ്ടതിന് ദേവാലയവും അതിൻ്റെ അളവും രൂപവും നീ അവർക്ക് വിവരിച്ചു കൊടുക്കുക.
തങ്ങൾ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളെയും പറ്റി അവർ ലജ്ജിക്കുകയാണെങ്കിൽ ദേവാലയവും അതിൻ്റെ സംവിധാനവും പുറത്തേക്കും അകത്തേക്കുമുള്ള മാർഗങ്ങളും അതിൻ്റെ പൂർണ്ണരൂപവും കാണിച്ചു കൊടുക്കുക. അതിൻ്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അവരെ അറിയിക്കുക. ഈ നിയമങ്ങളും ചട്ടങ്ങളും അവർ പാലിക്കേണ്ടതിന് അവർ കാണുകെ അവ എഴുതി വയ്ക്കുക. ദേവാലയത്തിൻ്റെ നിയമം ഇതാണ്. മലമുകളിൽ ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കും. ഇതാണ് ദേവാലയത്തിൻ്റെ നിയമം. ബലിപീഠത്തിൻ്റെ അളവുകൾ മുഴങ്കണക്കിന്, ഒരു സാധാരണ മുഴവും കൈപ്പത്തിയും ചേർന്നത് ഇവയാണ്. അതിൻ്റെ അടിത്തറയ്ക്ക് 1 മുഴം കനവും 1 മുഴം വീതിയും, അതിൻ്റെ വക്ക് 1 ചാൺ തള്ളി നിൽക്കണം. ബലിപീഠത്തിൻ്റെ ഉയരം ഇതാണ്. അടിത്തറ മുതൽ അടിത്തട്ട് വരെ 2 മുഴം ഉയരവും 1 മുഴം വീതിയും, അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ 4 മുഴം വീതിയും. ബലിപീഠത്തിൻ്റെ അടുപ്പിന് 4 മുഴം ഉയരം. അതിന്മേൽ ഓരോ മുഴം ഉയരത്തിൽ തള്ളി നിൽക്കുന്ന 4 കൊമ്പുകൾ. 12 മുഴം നീളവും 12 മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം അടപ്പ്. 14 മുഴം നീളവും 14 മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം ബലിപീഠത്തിൻ്റെ തട്ട്. ചുറ്റുമുള്ളവയ്ക്ക് 1/2 മുഴവും ചുവട് ചുറ്റും 1 മുഴവും വീതിയിലായിരിക്കണം. ബലിപീഠത്തിൻ്റെ പടികൾ കിഴക്കോട്ട് ദർശനമായിരിക്കണം. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ബലിപീഠത്തെ സംബന്ധിച്ച നിയമങ്ങൾ ഇവയാണ്. ദഹനബലിക്കും രക്തം തളിക്കലിനും വേണ്ടി ഇത് സ്ഥാപിക്കപ്പെടുന്ന ദിവസം എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ സമീപിക്കുന്ന സാദോക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ലേവ്യ പുരോഹിതർക്ക് പാപപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അതിൽ നിന്ന് കുറെ രക്തമെടുത്ത് ബലിപീഠത്തിൻ്റെ 4 കൊമ്പുകളിലും തട്ടിൻ്റെ 4 കോണുകളിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടുക. അങ്ങനെ അതിനെ പാപത്തിൽ നിന്ന് പവിത്രീകരിക്കുകയും അതിനുവേണ്ടി പരിഹാരം ചെയ്യുകയും വേണം. നീ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ വിശുദ്ധ സ്ഥലത്തിന് പുറത്ത് ദേവാലയത്തിൻ്റെ വകയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ദഹിപ്പിക്കണം. 2-ാം ദിവസം ഊനമറ്റ ഒരു കോലാട്ടും കൊറ്റനെ പാപപരിഹാര ബലിയായി നീ അർപ്പിക്കണം. കാളക്കുട്ടിയെ കൊണ്ട് ബലിപീഠം ശുദ്ധീകരിച്ചതുപോലെ ഇതിനെ കൊണ്ടും ശുദ്ധീകരിക്കണം. അത് ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ഒരു മുട്ടാടിനെയും നീ ബലിയർപ്പിക്കണം. നീ അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം. പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വിതറി അവയെ ദഹനബലിയായി കർത്താവിന് സമർപ്പിക്കും. പാപപരിഹാര ബലിക്കായി ഒരു കോലാടിനെ വീതം 7 ദിവസത്തേക്ക് നീ ബലിയർപ്പിക്കണം. ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ഒരു ആട്ടിൻകൊറ്റനെയും കൂടി നീ ഇപ്രകാരം സമർപ്പിക്കണം. 7 ദിവസത്തേക്ക് അവർ ബലിപീഠത്തിനു വേണ്ടി പരിഹാരം ചെയ്യുകയും അത് ശുദ്ധീകരിക്കുകയും അങ്ങനെ അതിനെ പ്രതിഷ്ഠിക്കുകയും വേണം. 8-ാം ദിവസം മുതൽ നിങ്ങളുടെ ദഹനബലികളും സമാധാന ബലികളും പുരോഹിതന്മാർ ബലിപീഠത്തിൽ സമർപ്പിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. എസെക്കിയേൽ അധ്യായം 44. ദേവാലയത്തിലെ നിബന്ധനകൾ. വിശുദ്ധ സ്ഥലത്തിൻ്റെ പുറത്ത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന പടിപ്പുരയിലേക്ക് അവൻ എന്നെ തിരികെ കൊണ്ടുവന്നു. അത് അടച്ചിരുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഈ പടിപ്പുര എപ്പോഴും അടച്ചിരിക്കും. അത് തുറക്കപ്പെടുകയില്ല. ആരും അതിലൂടെ പ്രവേശിക്കുകയുമില്ല. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് അടഞ്ഞു കിടക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പം ഭക്ഷിക്കാൻ രാജാവിന് മാത്രം അവിടെ ഇരിക്കാം. അവൻ പടിപ്പുരയുടെ പൂമുഖത്തിൻ്റെ പാർശ്വകവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം. വടക്കേ പടിപ്പുരയിലൂടെ അവൻ എന്നെ ദേവാലയത്തിൻ്റെ മുൻവശത്തേക്ക് കൊണ്ടുവന്നു. കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കമിഴ്ന്നു വീണു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, കർത്താവിൻ്റെ ആലയത്തെപ്പറ്റി ഞാൻ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും സൂക്ഷിച്ചു കാണുകയും കേൾക്കുകയും ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ദേവാലയത്തിൽ ആർക്ക് പ്രവേശിക്കാം, ആർക്ക് പ്രവേശിച്ചുകൂടാ എന്ന് നീ ഓർത്തുകൊള്ളുക. ധിക്കാരികളുടെ ആ ഭവനത്തോട്, ഇസ്രായേൽ ഭവനത്തോട് തന്നെ പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിന്റെ മ്ലേച്ഛതകൾ അവസാനിപ്പിക്കുക. എനിക്ക് ഭക്ഷണമായി മേധസ്സും രക്തവും സമർപ്പിക്കുമ്പോൾ
ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേദിതരായ അന്യരെ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പിച്ച് അതിനെ അശുദ്ധമാക്കുന്നത് നിർത്തുവിൻ. എല്ലാവിധ മ്ലേച്ഛതകൾക്കുമുപരി നിങ്ങൾ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിച്ചില്ല. എൻ്റെ വിശുദ്ധ ആലയം സൂക്ഷിക്കാൻ നിങ്ങൾ അന്യരെ ഏർപ്പെടുത്തി. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽക്കാരുടെ ഇടയിലുള്ള ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേദിതരായ അന്യരാരും എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുത്. ഇസ്രായേൽ വഴിപിഴച്ച കാലത്ത് എന്നിൽ നിന്നകന്ന് വിഗ്രഹങ്ങളുടെ പുറകെ പോയ ലേവ്യർ അതിനുള്ള ശിക്ഷ അനുഭവിക്കും. ദേവാലയത്തിൻ്റെ പടിപ്പുര കാവൽക്കാരായും ദേവാലയത്തിലെ പരിചാരകരായും അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷകരായിരിക്കും. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബലിക്കും ദഹനബലിക്കുമുള്ള മൃഗങ്ങളെ അവർ കൊല്ലണം. അവർ ജനത്തിന് സേവനം ചെയ്യാൻ ചുമതലപ്പെട്ടവരാണ്. അവർ വിഗ്രഹങ്ങളുടെ മുൻപിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭവനത്തിന് പാപഹേതുവായി തീർന്നതിനാൽ ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, അവർ തങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ എന്നെയോ എൻ്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ വസ്തുക്കളെയോ അവർ സമീപിക്കരുത്. തങ്ങളുടെ മ്ലേച്ഛതകൾ നിമിത്തം അവർ അവമാനം സഹിക്കണം. എന്നാലും ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പിനും സേവനത്തിനും അതിലെ മറ്റെല്ലാ ജോലികൾക്കും ഞാൻ അവരെ നിയമിക്കും. ഇസ്രായേൽ ജനത എന്നിൽ നിന്ന് വഴിതെറ്റിയപ്പോൾ എൻ്റെ വിശുദ്ധ സ്ഥലത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്ന സാദോക്കിൻ്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ശുശ്രൂഷിക്കണം. മേധസ്സും രക്തവും എനിക്ക് സമർപ്പിക്കുന്നതിന് അവർ എൻ്റെ മുൻപിൽ നിൽക്കണം. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുകയും എൻ്റെ മേശയെ സമീപിച്ച് എനിക്കുള്ള ശുശ്രൂഷകൾ അനുഷ്ഠിക്കുകയും വേണം. അകത്തെ അങ്കണത്തിലെ പടിപ്പുരകളിൽ പ്രവേശിക്കുമ്പോൾ അവർ ചണവസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം. അവിടെയും ദേവാലയത്തിനകത്തും എനിക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ രോമം കൊണ്ടുള്ളതൊന്നും അവർ ധരിക്കരുത്. അവരുടെ തലപ്പാവും കാൽച്ചട്ടയും ചണം കൊണ്ടുള്ളതായിരിക്കണം. വിയർപ്പുണ്ടാക്കുന്ന യാതൊന്നും അവർ ധരിക്കരുത്. അവർ പുറത്തെ അങ്കണത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ തങ്ങൾ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ച് വിശുദ്ധമായ മുറികളിൽ വയ്ക്കണം. തങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വിശുദ്ധി ജനങ്ങളിലേക്ക് പകരാതിരിക്കേണ്ടതിന് അവർ മറ്റു വസ്ത്രങ്ങൾ ധരിക്കണം. അവർ തല മുണ്ടനം ചെയ്യുകയോ മുടി നീട്ടുകയോ ചെയ്യാതെ കത്രിക മാത്രമേ ചെയ്യാവൂ. അകത്തെ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ പുരോഹിതൻ വീഞ്ഞു കുടിച്ചിരിക്കരുത്. അവർ വിധവയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെയോ വിവാഹം ചെയ്യരുത്. ഇസ്രായേൽ ഭവനത്തിലെ കന്യകയോ പുരോഹിതൻ്റെ ഭാര്യയായിരുന്ന വിധവയെയോ വിവാഹം ചെയ്യാം. വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. തർക്കത്തിൽ അവർ വിധികർത്താക്കളായിരിക്കണം. എൻ്റെ വിധികളനുസരിച്ചായിരിക്കണം അവർ വിധിക്കേണ്ടത്. നിശ്ചിത തിരുനാളുകളിൽ അവർ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും എൻ്റെ സാബത്ത് വിശുദ്ധമായി ആചരിക്കുകയും വേണം. മൃതശരീരത്തെ സമീപിച്ച് അവർ അശുദ്ധരാകരുത്. എന്നാൽ പിതാവ്, മാതാവ്, മകൻ, മകൾ, സഹോദരൻ, അവിവാഹിതയായ സഹോദരി എന്നിവർക്ക് വേണ്ടി അശുദ്ധരാകാം. അശുദ്ധനായ ശേഷം അവൻ 7 ദിവസം കാത്തിരിക്കട്ടെ. അത് കഴിഞ്ഞാൽ അവൻ ശുദ്ധനാകും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ശുശ്രൂഷയ്ക്കായി അകത്തെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന ദിവസം അവൻ തനിക്കുള്ള പാപപരിഹാര ബലി അർപ്പിക്കണം. അവർക്ക് പൈതൃകാവകാശം ഒന്നും ഉണ്ടായിരിക്കരുത്. ഞാനാണ് അവരുടെ അവകാശം. നിങ്ങൾ ഇസ്രായേലിൽ സ്വത്തൊന്നും അവർക്ക് നൽകരുത്. ഞാനാണ് അവരുടെ സമ്പത്ത്. ധാന്യബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി എന്നിവ അവർക്ക് ഭക്ഷിക്കാം. ഇസ്രായേലിൽ അർപ്പിക്കപ്പെട്ട വസ്തുക്കളെല്ലാം അവർക്കുള്ളതാണ്. എല്ലാ തരത്തിലുമുള്ള ആദ്യഫലങ്ങളിൽ ആദ്യത്തേതും നിങ്ങളുടെ എല്ലാവിധ വഴിപാടുകളും പുരോഹിതന്മാർക്കുള്ളതാണ്. നിങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളുടെ തരിമാവിൽ ആദ്യ ഭാഗം പുരോഹിതർക്ക് കൊടുക്കണം. താനെ ചത്തതോ പിച്ചി ചീന്തപ്പെട്ടതോ ആയ പക്ഷിയെയോ മൃഗത്തെയോ പുരോഹിതൻ ഭക്ഷിക്കരുത്.